ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ ബ്ലാക്ക് റേസിൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ആ ഒരു ഗോൾഡൻ കളറിലുള്ള റേസിൻസ് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ട്യൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് അളവിൽ തന്നെ ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ ഒരു ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് സോക്കായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഒരു 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ പട്ട പൊടിച്ചത്, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു, പിന്നെ ഏലക്ക, ഇത് 3 കൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ജാതിക്ക ഉണ്ടെങ്കിൽ അതുകൂടി പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ അതൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, അപ്പോൾ അത് വേണ്ട. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതുകൂടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ആ പാനിലേക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് നല്ലപോലെ മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പഞ്ചസാര ഒന്ന് കട്ടാവുമെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മെൽറ്റായി വന്നോളും. ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം കേട്ടോ. ഞാൻ ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിന്, പക്ഷെ പിന്നെ പോയിട്ട് നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാനായിട്ട് വിട്ടുപോയി. ഇനിയിപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ബീറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതെടുക്കുന്നില്ല, നമ്മുടെ നോർമൽ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇല്ലയെന്ന് കരുതിയിട്ട് ആരും തന്നെ ഈ കേക്ക് ഉണ്ടാക്കാണ്ട് പോകരുത്. അപ്പോൾ എന്തായാലും വൈറ്റ് ഷുഗർ വെച്ചിട്ട് നമുക്കിത് ചേർത്തെടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ പഞ്ചസാര പൊടിക്കാണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ബീറ്റായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ മുട്ടയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുന്നില്ലേ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യാരമൽ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ഒരു ക്യാരമൽ സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ, ഈ ഒരു ഡാർക്ക് കളർ വരെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ബാറ്ററിൻ്റെ കളർ നന്നായിട്ട് തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്താൽ വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതൊന്നും എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മളിതിലേക്ക് കാഷ്യൂ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കാഷ്നട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബദാം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 50 ഗ്രാം ബദാമാണ് കേട്ടോ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വൈറ്റ് പോർഷൻ ഇല്ലാണ്ട് ആ ഒരു ഓറഞ്ച് കളർ മാത്രം ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വന്നോളും നമ്മുടെ കേക്കിന്. ഇനിയിപ്പോൾ ആ മൈദ ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ആ ഒരു മൈദയൊക്കെ നല്ലപോലെ ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ല ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ ഓറഞ്ച് ജ്യൂസ് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ഇത്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും മാറ്റി വെച്ചിട്ടില്ലേ. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ കുറച്ച് തിക്കായിരിക്കും കേട്ടോ, ഒരുപാട് ലൂസായിരിക്കില്ല, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇനിയിപ്പോൾ ഇതാ ഒരു 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ അതിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 160 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ഗ്യാസ് സ്റ്റോപ്പിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം ഈ ഒരു ടിന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല പോലെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ കാണുന്നില്ല, നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം. ഞാനിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടാറിയിട്ട് ഒരു 2 ദിവസത്തിനൊക്കെ ശേഷം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.